നല്ല ചളിയാണ് ഗൈസ്. ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾക്ക് കർണാടകയിലുള്ള ഗുണ്ടിൽപേട്ടിലെ മുന്തിരിത്തോട്ടം ഒന്ന് കണ്ടു വന്നാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അനില സുജിത്. നമ്മൾ നാട്ടിൽ പോവാണ്, ഒരു ബാംഗ്ലൂർ ടു കേരള ഡ്രൈവ്. ഒരു ഉച്ച സമയത്താട്ടോ യാത്ര തുടങ്ങിയത്. ഇന്ന് ആദ്യക്ക് സ്കൂളിലെ ഡേ ആയിരുന്നു. അപ്പോൾ ആദ്യം ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് അങ്ങനെ പോവാണ്. ആദ്യമോള് കയറി പിന്നെ ആത്തിക്കുട്ടി കുറേ സമയം ആദ്യൻ്റെ കൂടെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ആദ്യേച്ചിനെ മടിയിൽ കിടക്കാന്ന് പറഞ്ഞു അവിടെ തന്നെ കിടന്ന് അങ്ങനെ ഉറങ്ങിപ്പോയി. ഡേ ടൈം ആയതുകൊണ്ടും വർക്കിംഗ് ഡേ ആയതുകൊണ്ടും അധികം തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. എന്നാൽ റോഡിലൊക്കെ അത്യാവശ്യം തിരക്കും ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിലെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ബംഗളൂരു മൈസൂരു ഹൈവേയിൽ കയറി. എക്സ്പ്രസ് ഹൈവേയിൽ കയറിയപ്പോൾ തന്നെ നമുക്ക് നല്ല മഴ കിട്ടിയിട്ടോ. മഴ, ലോങ് ഡ്രൈവ്, നല്ല അടിപൊളിയല്ലേ. ഈ റോഡിൽ നല്ല വൃത്തിക്ക് കടലാസ് പൂക്കളും അതേപോലെ പല വെറൈറ്റിയിലുള്ള ചെടികൾ കേട്ടോ മെയിൻറ്റെയിൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എപ്പോഴും പൂക്കളും ഉണ്ടാവും. ഓരോ സീസണിൽ ഇതിങ്ങനെ മാറി മാറി വരുന്നതാണ്. ഞാൻ ഇതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. മുന്തിരിത്തോട്ടം എവിടെയെന്ന് വിചാരിക്കുന്നുണ്ടാവില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എത്തുന്നത് ഗുണ്ടിൽപേട്ടിലേക്കാണ്. ഈ കാണുന്നതൊക്കെ ആര്യവയ്പ്പാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് റോഡിന്റെ രണ്ട് സൈഡിലും ഫുള്ള് ഗ്രാമീണ ഭംഗിയാട്ടോ. കൃഷിക്കാരും കൃഷിയും അതേപോലെ തന്നെ ഇപ്പോൾ പൂവിന്റെ സീസൺ ആയാൽ നമുക്ക് പൂക്കളൊക്കെ വിൽക്കുന്നത് കാണാം. അത് വിളവെടുപ്പൊക്കെ കഴിഞ്ഞ സമയത്താണ് അവർ നേരിട്ട് പച്ചക്കറിയൊക്കെ റോഡ് സൈഡിൽ വെച്ചിട്ട് വിൽക്കും. നമ്മൾക്ക് അതൊക്കെ നോക്കി മേടിക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. അങ്ങനെ നമ്മൾ സ്പോട്ട് എത്തി ഗൈസ്. അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് പഴുത്ത് നിൽക്കുന്ന മുന്തിരിയും അതേപോലെ നിറഞ്ഞു നിൽക്കുന്ന പൂപ്പാടങ്ങളൊക്കെയാണ് ഇനിയുള്ള കാഴ്ച. ഇപ്പം സമയം നല്ലോണം വൈകുന്നേരം ആയിട്ടോ, 5:30 6 മണി ആ ഒരു ടൈമായി. ഇവിടെ എൻട്രി ഫീസ് ഉണ്ട്, 25 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. കുട്ടികൾക്ക് ഫീസ് വേണ്ട. ഇത്രയും സമയമായി എന്ന് പറഞ്ഞെങ്കിലും കണ്ടോ ഇത്രയും പേര് ഇവിടെ ഇപ്പോഴും ഉണ്ട്. നമ്മൾ ലേറ്റായോ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു പോകാന്നൊക്കെ ഉള്ളതിലാണ് ഇറങ്ങിയത്. ഇറങ്ങി നോക്കുമ്പോഴാണ് ഇവിടെ ഇത്രയും പേരുണ്ട്. ആദ്യ ഹായ്, ആദ്യ ഹായ്. നല്ല ചളിയാണ് ഗൈസ്. ആത്തി ആത്തി ഓ 25 രൂപ ടിക്കറ്റ് എടുത്താൽ നമുക്ക് ശരിക്കും വർത്താട്ടോ. ഈ മുന്തിരിത്തോട്ടം മുഴുവൻ നമുക്ക് കറങ്ങി നടക്കാം. ഇവിടുന്ന് ഫോട്ടോസോ റീൽസോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവരൊരു കാര്യം നമ്മളോട് പറയുന്നുള്ളൂ, മുന്തിരി പറിക്കരുത് എന്ന്. പക്ഷെ അത് നമുക്കിങ്ങനെ എന്താ പറയുക, ഇടയിലൂടെയൊക്കെ ആൾക്കാർ പറിച്ച് കഴിക്കുന്നവരുണ്ട് കേട്ടോ. ഇത് ശരിക്കും വിളവെടുപ്പിൻ്റെ ആ ഒരു സമയമായി നമുക്ക് നേരിട്ട് വരുന്ന സമയത്ത് ഇവിടുന്ന് തന്നെ ലൈവായിട്ട് മേടിക്കാം എന്നും പറയുന്നുണ്ട്. ഓണം സീസണൊക്കെ ആകുമ്പോഴാണ് ഇവർ വിളവെടുപ്പ് നടത്തുന്നത്. ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ തൊട്ട് പുറത്ത് നമുക്ക് ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും അതേപോലെ ബാക്കി പേരക്ക അങ്ങനെ ഒരുപാട് ഐറ്റംസ് കേട്ടോ. ചെറി, എല്ലാത്തിൻ്റെയും പേര് എനിക്കിപ്പോൾ കിട്ടുന്നില്ല. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ കുറേ പൂക്കളും ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് ഈ ഒരു 25 രൂപ എൻട്രി ഫീസിൽ കയറി കണ്ടിട്ട് വരാം. കഴിയുന്നവരൊക്കെ മാക്സിമം വന്ന് കാണണം എന്നാട്ടോ ഞാൻ പറയാം. കാരണം നമ്മൾ ഒരുപാട് ദൂരം കമ്പം തേനി എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി ദൂരം മുന്തിരിത്തോട്ടം കാണാനും വേണ്ടി പോകുന്നുണ്ട്. എന്നാൽ ഇത് നമുക്ക് ഇത്രയും അടുത്ത് ഇങ്ങനെ ഒരു അവസരം ഉള്ളപ്പോൾ നമ്മൾ എന്തായാലും യൂട്ടിലൈസ് ചെയ്യണം. മാക്സിമം വന്ന് കാണണം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് തിരിക്കുകയാണ്. നല്ല ഇരുടായിട്ടുണ്ട്. എന്നിട്ടും കണ്ടു ഇത്രയും വാഹനങ്ങൾ ഇവിടെ ഇപ്പോഴും ഉണ്ട്. ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് കാടാണ്. നാട്ടിൽ നിന്ന് വരുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് വയനാട് ആ ഒരു കോഴിക്കോട് നിന്ന് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ചുരം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാട് ബോർഡർ കിടക്കുക. അവിടെ ടിക്കറ്റ് എടുക്കുന്നിടത്ത് നല്ല തിരക്കായിരിക്കും കേട്ടോ. അവധി ദിവസങ്ങളിൽ പ്രത്യേകിച്ചും നല്ല തിരക്കുണ്ടാവാറുണ്ട്. കുറച്ച് സമയം നമ്മൾ അവിടെ ട്രാഫിക്കിലൊക്കെ പെടും. എന്നാലും വേണ്ടിയില്ല, ഇതൊക്കെ ഈ സീസണിലല്ലേ ഉണ്ടാവുള്ളൂ. ഇപ്പം കണ്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാല്ലേ. അങ്ങനെ നമ്മൾ ചുരം എത്തി. ഇവിടെ സ്റ്റെക്കാണ് കേട്ടോ. കുറേ സമയം, എത്ര സമയം അവിടെ ബ്ലോക്കിൽ കുടുങ്ങിയതെന്ന് അറിയില്ല. നല്ല മഴയുണ്ട്. മക്കളും അമ്മയും എല്ലാവരും ആകെ ടയർഡാണ്. എന്നാലും നമ്മൾ ഒരുപാട് സമയം ഇവിടെ പെട്ടുപോയി. മുന്തിരിത്തോട്ടം പൂക്കളൊക്കെ കാണാൻ പോയി തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ പറയാട്ടോ. ബ്ലോക്കിൽ കുടുങ്ങിയിട്ടുണ്ടാവുന്നൊക്കെ, എവിടെയായിരുന്നു എന്നൊക്കെ. അവസാനം റോഡൊക്കെ ക്ലിയർ ആയി പിന്നെ ഞങ്ങൾ അങ്ങനെ വീടെത്തിയിട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.